കഷത്തിലായിരിക്കും പരിപ്പ് വടി. നമ്മളൊന്ന് പരിപ്പ് വടിയാണ് കേട്ടോ. പരിപ്പൊടി വടിക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പാണ് ഞാനൊരു അരച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് ഗ്രേവിയാക്കിയാലോ. അപ്പോൾ ഞാനത് കുറച്ച് അരച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരക്കാം. വേണ്ട പരിപ്പെല്ലാം നമുക്ക് അരച്ച് 15 ചെറിയുള്ളി, പട്ടന മുളക് 15 ഒരു 10 വേണം. പട്ടന ചെറിയ അരച്ചത്, പിന്നെ 3 പച്ചമുളക് പട്ടന അരിഞ്ഞിട്ട്, പിന്നെ വേണ്ടത് 2 വറ്റൽമുളക് കുറച്ചിട്ട്, പിന്നെ കറിവേപ്പില. കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ഇടുന്നത്. നമുക്ക് ഇടുന്നവർക്കിടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പിന് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മൾ ഇത് പരിപ്പ് അരയ്ക്കാൻ വയ്ക്കുമ്പോൾ ഞാനൊരു 2 ടീസ്പൂണൊക്കെ പൊടിച്ച് വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ചേർക്കാം. ഇത് കൊടുത്ത് നല്ല ചിന്ന ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് വട ചുട്ടെടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട കരിഞ്ഞ് പോകുന്നില്ല വേകാണ്ട്. അത് നോക്കിയിട്ട് ഇരിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് വടക്കിട്ടെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ച് അമർത്തുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു കൈ കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം വടയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്നതാ എന്നിട്ട് നമുക്കിത് നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കരിമുരാന്ന് കഴിഞ്ഞ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതിനെ ഉണ്ടാക്കും. നമ്മുടെ ചൂട് കട്ടക്കാരി പരിപ്പടി എങ്ങനെയുണ്ട്? കഴിക്കാം.